ആടാ പൊന്നുമച്ചാമ്മരെ രാവിലെ ദാ കറങ്ങാൻ പോവാനെന്നും പറഞ്ഞ് നല്ല ഉഷാറായിട്ട് ഒരാൾ കയറിയിട്ടുണ്ട്. രാവിലെ ഒരു അമ്പലത്തിലൊന്ന് പോകണം. വേറെ ഒന്നുമല്ല, മണ്ണാർശാല. എന്നിട്ട് പറയുന്നു വേറെ എല്ലായിടത്തും എന്നെ കൊണ്ട് കറക്കിക്കണമെന്നാ പറഞ്ഞത്. എന്നെ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് എനിക്ക് ഓഫാണ്, അവന് സ്കൂളിലും ഇല്ല. ഞങ്ങൾ നേരെ ഹരിപ്പാടെത്തി. രാവിലെ ഒരു 8 മണി 8:30 നല്ല ബ്ലോക്കാണ് കേട്ടോ, നല്ല തിരക്കുണ്ട്, റോഡ് മൊത്തം നല്ല തിരക്കാണ്. അപ്പൊ തണ്ടെ നമ്മള് മണ്ണാർശാല അമ്പലം എത്തിയിരിക്കുകയാണ്. ശനിയാഴ്ച വന്നത്, ഇവിടെ തിരക്ക് ഇച്ചിരി കുറഞ്ഞിരിക്കുമെന്ന് വിചാരിച്ചാ ശനിയാഴ്ച വന്നത്. ഞായറാഴ്ച തിരക്കാ, വരുന്നവർക്കറിയാം നല്ല തിരക്കായിരിക്കും, ഇവിടെ എല്ലാം വണ്ടിയായിരിക്കും. പിന്നെ പൊതുവെ പറയാനുള്ളത്, ഈ ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് മണ്ണാർശാല അമ്പലത്തിനകത്ത് ആവശ്യം പോലെ സ്ഥലമുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ. വെളിയിൽ ഇടേണ്ട കാര്യമില്ല, നല്ല സ്ഥലമുള്ളൊരു അമ്പലമാണ്. ദാ ശനിയാഴ്ചയായിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. വണ്ടി അങ്ങോട്ട് കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ച് ക്യൂ ആയി വരുന്നുണ്ട്. ഞങ്ങളിപ്പോ അതൊക്കെ വണ്ടി അങ്ങോട്ട് ഒതുക്കിയിട്ട് ഇറങ്ങി നടക്കാന്ന് വെച്ചു. കേട്ടെ, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 9 മണിയായി. നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി അങ്ങോട്ട് ചെന്ന് അവന് ഈ നടക്കുന്നെങ്കിലും കളിപ്പാട്ടം വേണമെന്നും പറഞ്ഞാണ് അവൻ ഇങ്ങനെ ഇങ്ങനെ പിച്ചിക്കൊണ്ടിരിക്കുക കേട്ടോ. കൗണ്ടറിൽ വന്ന് വഴിപാടിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കാലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി. അതായത് ഏതമ്പലത്തിൽ ചെന്നാലും അങ്ങനെയാണ് കേട്ടോ, അവന് കാല് കഴുകണമെന്ന് പറയും. അത് നല്ലൊരു ശീലമാണ് അവന്. എന്നോടും പറയും കാല് കഴുകി കയറണമെന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ രണ്ടും കാലൊക്കെ കഴുകി അപ്പൊ അതൊക്കെ തൊഴാനായിട്ടുള്ള പുറപ്പാടിലാണ്. ഇനി തൊഴുത് കഴിഞ്ഞതിന് ശേഷം കാണാവേ. കേറിയിട്ടോട്ടെ. ഇവിടെ മെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് ക്യാമറ അലൗഡ് അല്ല. തൊഴുത് കഴിഞ്ഞ് നേരെ അകത്തോട്ട് കുറെ തൊഴാനുണ്ട്. പോകുന്നതാണ്. ചുറ്റും കാവുകളും കുളങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും മിക്കവർക്കും അറിയാമെങ്കിലും പറയുകയാണ്, വരാത്തവർ അഥവാ ഉണ്ടെങ്കിൽ, ദൂരെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, ഇതാണ് മണ്ണാർശാല അമ്പലം. ഇതിനകത്ത് മൊത്തം ആമയാണ് കേട്ടോ. ഇഷ്ടം പോലെ ആമയുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ആമ കിടക്കുന്ന കേട്ടോ. ഇഷ്ടം പോലെ ആമയാണ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ. അപ്പം ഞങ്ങളിങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 12 മണി കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോയ വഴിയിൽ നല്ലൊരു പഴങ്കഞ്ഞി ബോർഡ് കണ്ടു, അങ്ങോട്ടേക്ക് കയറി. എന്റെ പൊന്നു മച്ചാന്മാരെ, സൂപ്പർ ഐറ്റം ആയിരുന്നു കേട്ടോ. ഈ ചൂടത്ത് ഈ തണുത്ത തൈരും കപ്പയും മുളകും മത്തിയൊക്കെ ഇട്ട നല്ല സൂപ്പർ ഒരു പഴങ്കഞ്ഞി കയറി കഴിക്കാൻ ഒരു ലൊക്കേഷൻ കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. ദാ ആ പഴങ്കഞ്ഞി വെള്ളം കുടിച്ചു